ഹരികുമാർ നോട്ടം കൊണ്ടുപോലും മോശമാക്കി നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെയും ഈ വിഷയം വന്നപ്പോഴേക്കും പോലീസ് പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. പത്രമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് ഹരികുമാറിന് ഇങ്ങനെ മാനസികമായി കുഴപ്പമുണ്ടെന്ന്. ഹരികുമാറിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഹരികുമാർ ഇത് ചെയ്യണമെങ്കിൽ ഹരികുമാറാണ് ചെയ്തു എന്ന് നിയമപരമായി വന്നാൽ അതിന്റെ പുറകിലെ ബ്രെയിൻ എന്ന് പറയുന്നത് ഷീതുവാണ്. നമസ്കാരം. ബാലരാമപുരത്ത് 2 വയസ്സുകാരി കുഞ്ഞിനെ അതിന്റെ അമ്മയും സഹോദരനും ചേർന്ന് കൊന്ന സംഭവം ആ കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവിലേക്കാണ് എത്തുന്നത്. അമ്മയാണ് കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നതിന്റെ സൂചനകൾ പുറത്തു വരുന്നു. ഇപ്പോൾ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഭവം ഉണ്ടായ അന്ന് മുതൽ തന്നെ സജീവമായിട്ട് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള മെമ്പർ സർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇപ്പോൾ ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തു. ശ്രീധുവിനും നേരിട്ടൊരു പങ്കുണ്ട് എന്നാണ് പറയുന്നത്. എന്ത് തോന്നുന്നു ഈ ഒരു കേസിന്റെ വഴിത്തിരിവ്? മേഡം, ഞാൻ ഈ സംഭവം ഇത് ജനുവരി 30-നാണ് സംഭവിക്കുന്നത്. ഈ സംഭവം നടന്നു കഴിഞ്ഞത് മുതൽ അന്ന് മുതൽ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ബ്രെയിൻ. ഈ സംഭവത്തിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഷീതുവാണ് എന്ന് ഞാൻ അന്നേ പറഞ്ഞു. ഇന്ന് ഞാൻ അതിൽ തന്നെ വിശ്വസിക്കുന്നു. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സംഭവത്തിൽ ആ കുടുംബത്തിന്റെ പശ്ചാത്തലങ്ങൾ മുഴുവനും എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളത്. ഷീതുവിനെ സംബന്ധിച്ചിടത്തോളം ഷീതു അറിയാതെ ഈ കാര്യങ്ങൾ നടക്കത്തില്ല. ഷീതു തന്നെയാണ് ഇതിന്റെ ബ്രെയിൻ. കാരണം എന്തുകൊണ്ട് ഷീതു ഹരികുമാറിലേക്ക് വളച്ചുവിട്ടു എന്ന് ചോദിച്ചാൽ ഹരികുമാറിന് മെന്റലിന്റെ കുഴപ്പം പറഞ്ഞുകൊണ്ട് നിയമപരമായി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബോധപൂർവമാണ് ഷീതു അങ്ങോട്ടേക്ക് തിരിച്ചുവിട്ടത്. യഥാർത്ഥത്തിൽ ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വൈകല്യങ്ങളൊന്നും തന്നെയില്ല. ഹരികുമാറിനെ ഞാൻ പഠിപ്പിച്ചൊരു അധ്യാപകനാണ്. ഷീതുവിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹരികുമാറും അമ്മയും സഹോദരി അടങ്ങുന്ന കുടുംബം കൂട്ടുകാൽക്കുണം സ്കൂളിന്റെ ഓപ്പോസിറ്റ് താമസിക്കുന്നത് അമ്മ ക്ഷേത്രത്തിൽ കഴകമായി വന്നതിന് ശേഷമാണ്. ഇവർ നേരത്തെ താമസിച്ചിരുന്നതും എന്റെ വാർഡിൽ തന്നെയാണ്. അവരുടെ കുടുംബ വീടെന്ന് പറയുന്നത് കുളവറ വിളാകത്താണ്. എന്റെ വീട്ടിൽ നിന്നും കഷ്ടിച്ചൊരു 300 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ ജാതകം മൊത്തം എനിക്കറിയാം. ആ കുടുംബത്തിന്റെ പശ്ചാത്തലം എനിക്കറിയാം. ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുഴപ്പമുണ്ട്. അത് സംഭവം എന്ന് പറയുന്നത് ഒരു 20 വയസ്സാകുമ്പോഴേക്കും കുട്ടിക്ക് ഒരു 13, 17, 15 വയസ്സിന്റെ അറിവ്. അങ്ങനെയുള്ള ഒരു വൈകല്യം മാത്രമാണ് ഉള്ളത്. നമ്മളിപ്പോൾ പഠിപ്പിക്കുമ്പോഴും ഒരു സെന്റൻസ് അയാളോട് പൂർത്തീകരിച്ച് നമ്മളൊരു മണിക്കൂർ പറഞ്ഞാലും അത് അദ്ദേഹത്തോട് പറയാൻ കഴിയുമ്പോഴേക്കും ഹരികുമാറിന് പറയാൻ കഴിഞ്ഞാൽ ആ സെന്റൻസ് അതേപടി പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു ബുദ്ധിയുടെ കുറവുണ്ട്. പക്ഷെ അല്ലാതെ മറ്റ് മെന്റലിന്റെ കുഴപ്പമായിട്ട് മറ്റുള്ളവർ ഉപദ്രവിക്കുന്ന തരത്തിലൊന്നും ഒരു കുഴപ്പവും ഹരികുമാറിൽ ഉണ്ടായിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹരികുമാറിന്റെ ചെറുപ്രായത്തിൽ തന്നെ അമ്മ അങ്കണവാടിയിലെ ഹെൽപ്പറാണ്. ഈ കുട്ടിയെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ ഒരു കൊച്ചുകുട്ടിയെ പോലും ഒന്ന് പിച്ചു വലിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു പരാതി പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും മെച്ചൂറായിട്ട് പോലും തൊട്ടടുത്ത് താമസിക്കുന്നവർക്കോ അതുവഴി പോകുന്നവർക്കോ ഹരികുമാർ നോട്ടം കൊണ്ടുപോലും മോശമാക്കി നോക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഹരികുമാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെയും ഈ വിഷയം വന്നപ്പോഴേക്കും പോലീസ് പറഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത്. പത്രമാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങൾ അറിയുന്നത് ഹരികുമാറിന് ഇങ്ങനെ മാനസികമായി കുഴപ്പമുണ്ടെന്ന്. ഹരികുമാറിന് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഹരികുമാർ ഇത് ചെയ്യണമെങ്കിൽ ഹരികുമാറാണ് ചെയ്തു എന്ന് നിയമപരമായി വന്നാൽ അതിന്റെ പുറകിലെ ബ്രെയിൻ എന്ന് പറയുന്നത് ഷീതുവാണ്. കാരണം എടുത്തിരിക്കുന്നത് ഷീതുവിനെ 2ാം പ്രതിയായിട്ടല്ല 1ാം പ്രതിയായിട്ട് എടുക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞാൻ. കാരണം ഒരുപക്ഷെ കുഞ്ഞിനെ എടുത്തുകൊണ്ടിട്ടത് ഹരികുമാറാണെങ്കിൽ പോലും ഹരികുമാർ അത് സ്വയം ചെയ്യത്തില്ല. ഹരികുമാറിന് അത്രയ്ക്ക് പ്രഷർ കൊടുത്തുകൊണ്ടാകും ഇത് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഇന്ന് രാവിലെ മാധ്യമത്തിന്റെ ആളുകൾ വന്നപ്പോഴേക്കും ആ വീട്ടുനടയിൽ പോയി. മേഡം, ആ വീട്ടുനടയിൽ പോയി നോക്കണം. ആ വാതിൽ നിന്നിറങ്ങുന്ന പടിയിൽ ആ പിഞ്ചുമകൾ സൂര്യ തേജസ്സായ ആ കുട്ടി ഉപയോഗിച്ച 2 ചെരുപ്പുകൾ അവിടെ ഇരിക്കുന്നു. ആ ചെരുപ്പ് നമ്മൾ കണ്ടാൽ ഇന്നും മാസങ്ങളായി ഉപയോഗിച്ചിട്ട് വച്ചിരിക്കുന്ന ചെരുപ്പെന്ന് തോന്നില്ല. കുറച്ച് നേരത്തെ മുമ്പ് കാലിലിട്ട് അതിനുശേഷം ഊരി വച്ചിട്ട് പോയ ഒരു അന്തരീക്ഷം അവിടെ നിൽക്കുന്നു. അതിനേക്കാൾ വേദനാജനകമായ ഒരു സംഭവം എന്ന് പറയുന്നത് ആ കിണറിന്റെ അടുത്ത് തലങ്ങും വിലങ്ങും കെട്ടിയിരിക്കുന്ന അയയിൽ ആ പൊന്നുമകൾ പിഞ്ചോമന ധരിച്ച ഫ്രോക്കും അതുപയോഗിച്ച ജട്ടിയും അതിൻ്റെ അടുത്ത് കഴുകാൻ ഉണക്കാനിട്ടിരിക്കുന്നത് അതിന്നും അങ്ങനെ തന്നെ കിടക്കുന്നു. അതിനുശേഷം കാലാവസ്ഥയിൽ എന്തെല്ലാം മാറ്റമുണ്ടായി. വൻ വൃക്ഷങ്ങൾ പോലും കടപുഴകി വീണു. എന്നിട്ടും ഈ കഴുകിയിട്ട വസ്ത്രം അതേപടി അവിടെ തന്നെ കിടക്കുന്നു. അതെല്ലാം പ്രകൃതിയുടെ നിയോഗങ്ങളാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ വസ്ത്രം അവിടെ നിന്ന് സ്ഥാനചലനം ഉണ്ടാകുന്നത് ഇതിന്റെ ശരിയായ പ്രതി ആരാണെന്ന് അറിഞ്ഞാൽ ഒരുപക്ഷെ അതിന് മാറ്റമുണ്ടാകും. അത് പ്രകൃതിയുടെ നിയോഗമായി ഞങ്ങൾ കാണുന്നു. കാരണം ഞാൻ ഈശ്വര വിശ്വാസിയാണ്, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇത്തരം ആചാരങ്ങളിൽ എനിക്ക് വളരെയേറെ ബഹുമാനവും വിശ്വാസവും. ഇതിലെ ശ്രീതുവാണ്
ഇതിലിപ്പോ ഈ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ശ്രീധുവിനെ സംബന്ധിച്ച് ഈ കുഞ്ഞ് ഒരു ഭാഗ്യമല്ല എന്ന് വിശ്വസിച്ചത് കൊണ്ടുകൂടെയാണ് ഇങ്ങനെ ഒരു കൊലപാതകം എന്ന് തുടക്കം മുതൽ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് അത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇതില് ശ്രീധു ഈ വാടക വീട്ടിൽ താമസിക്കാൻ വന്നത് മുതൽ ഈ ജ്യോത്സ്യവുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ വീട്ടിൽ വരാറുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് മുമ്പേ. പക്ഷെ ആരും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അമ്മ ക്ഷേത്ര കഴകമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ പിന്നെ ഞങ്ങൾ ഈ ദേവീദാസൻ എന്ന് പറയുന്ന ഒരു ജ്യോത്സ്യനെ പത്രങ്ങളിലൂടെയും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുഞ്ഞ് പിറന്നത് മുതലാണ് ശ്രീധുവിന്റെ ഹസ്ബൻഡും ശ്രീധുവും തമ്മിൽ അകലുന്നത്. പിതൃത്വത്തെ ചൊല്ലിയുള്ള ഒരു തർക്കമുണ്ട്, അതവര് പറയാത്തതാണ്. അപ്പൊ അത് മുതലാണ് ആകുന്നത്. അപ്പോ ഇതിന്റെ എല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ജ്യോത്സ്യൻ പറഞ്ഞു കൊടുത്തു കാണും, ഈ കുഞ്ഞിന്റെ പിറവിയാണ് നിങ്ങൾക്ക് നാശം, ഈ കുഞ്ഞിന് ജീവിച്ചിരിക്കും കാലത്തോളം നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല, അതുകൊണ്ടാകാം എന്ന് പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. അത് ആണ് യാഥാർത്ഥ്യമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഏതായാലും ഇങ്ങനെ ഒരു ചടങ്ങ് കൂടെ, കാരണം എന്തിന് ഇവർ ഈ ജ്യോത്സ്യനുമായി ബന്ധപ്പെട്ടു ശ്രീധു അവിടെ ധാരാളം പേരിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട്. ധാരാളം പേരിൽ നിന്ന് പൈസ വാങ്ങിയത് തന്നെ നിരവധി നാടകങ്ങൾ ചമച്ചുകൊണ്ടാണ്. കുഞ്ഞിന്റെ ചികിത്സയ്ക്ക്, അച്ഛന്റെ ചികിത്സയ്ക്ക്, അമ്മയുടെ ചികിത്സയ്ക്ക്, ചുരുങ്ങി എന്തു പറയാൻ മാഡം, തലമുടി മുട്ടയടിച്ചിട്ട് ക്യാൻസറാണ് ശ്രീധുവിന്, അതുകൊണ്ട് സർജറിക്ക് പൈസ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആ പ്രദേശത്ത് നിന്ന് പണം സ്വരൂപിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് വേഷം കെട്ടുന്നതിന് അതിനേക്കാൾ ഉപരി ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു സവിശേഷത, ദേവസ്വം ബോർഡിൽ എനിക്ക് ഉന്നത ഉദ്യോഗസ്ഥയാണ് ഞാൻ, ദേവസ്വം ബോർഡിൽ ജോലി വാങ്ങി തരാമെന്ന് പറഞ്ഞ് കൂടെ പഠിച്ചവരിൽ നിന്ന് അടക്കമുള്ള ആളുകളിൽ നിന്ന് 10,000 ലക്ഷങ്ങൾ കോഴ പറ്റിയിരിക്കുന്നു. അപ്പൊ ഏത് വേഷം കെട്ടുന്നതിന് ശ്രീധുവിനെ സംബന്ധിച്ച് യാതൊരു ഉളുപ്പുമില്ല, യാതൊരു മടിയുമില്ല. അത് തന്നെയാണ് നമ്മൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോ ഈ കൊലപാതകം രംഗങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ശ്രീധു ഇത്തരത്തിലൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണെന്ന് പോലും നാട്ടുകാർ അറിയുന്നത്. കാരണം അത്രമാത്രം നല്ലൊരു ബിഹേവിയർ ആയിരുന്നു ശ്രീധുവിന് അതുവരെ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സാറിന് അവിടെയൊക്കെ എങ്ങനെയായിരുന്നു ശ്രീധു പൊതുവെ? മോശമായ ഒരു പ്രവണതയൊന്നും അല്ല. സംബന്ധിച്ചിടത്തോളം ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം നല്ല മാന്യമായ ഡീലിങ്സ് തന്നെയാണ്. പക്ഷേ ഈ സംഭവത്തിനും ഒരു 6-7 മാസങ്ങൾക്കും 1 വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾക്കിടയിൽ ചെറിയ സംശയങ്ങൾ, അതായത് ദേവസ്വം ബോർഡിൽ ഉയർന്ന ഉദ്യോഗസ്ഥയാണ്, ശ്രീധുവിനെ കൊണ്ടുപോകുന്നതിന് ഒരു വെള്ള കാറ് വരുന്നുണ്ട്, ശ്രീധു അതിൽ കയറി പോകുന്നുണ്ട്, തിരിച്ച് ശ്രീധു വന്ന് ഇറങ്ങുന്നത് ഏതാണ്ട് എൻ്റെ വീട്ടിൻ്റെ ഭാഗത്താണ്. ശ്രീധു താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു 300-400 മീറ്റർ അകലെ വരുന്ന ഭാഗമാണ്, എൻ്റെ വീട്ടിൻ്റെ ഭാഗത്താണ്. ഒരു ദിവസം ശ്രീധു വന്ന്, ഒരു ദിവസമല്ല 1-2 വട്ടം ശ്രീധു ഇങ്ങനെ കാറിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അപ്പോഴെന്ന് പറയുമ്പോൾ യെസ്, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് സംശയം തുടങ്ങുന്നത്. സംതിങ് റോങ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇത്രയും ഉയർന്ന ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ വാഹനം അവിടെ പോയി കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അപ്പോഴേക്കും ഞങ്ങളെ ഇങ്ങനെ അറിഞ്ഞു തുടങ്ങി, സാമ്പത്തികമായി ഒരുപാട് പേരിൽ നിന്ന് പൈസകൾ വാങ്ങിയിരിക്കുന്നു. ഭർത്താവിൽ നിന്ന് പൈസ വാങ്ങിയിരിക്കുന്നു, ഭാര്യ അറിയാതെ. ഭർത്താവ് അറിയാതെ അതേ വീട്ടിലെ ഭാര്യയിൽ നിന്നും സ്വർണ്ണാഭരണവും ലക്ഷങ്ങളും കടം പറ്റിയിരിക്കുന്നു. ഇപ്പൊ ഈ വിഷയമായപ്പോഴാണ് പറയുന്നത് ഭർത്താവ് 1 ലക്ഷം കൊടുത്തിരിക്കുന്നു, ഭാര്യ 1.25 ലക്ഷവും 1.5 പവന്റെ വളയും കൊടുത്തിരിക്കുന്നു. ഇതേ ചിത്രങ്ങൾ വരുന്നതാണ്. അപ്പോൾ വളരെ സമർത്ഥമായി ആ ഏരിയയിലുള്ള ആളുകളെ പറ്റിച്ച ഒരു മിടുക്കിയാണ് ശ്രീധുവിന്റെ ഒരു കേസ്, അതായത് ഇപ്പോ ഈ ഒരു കൊലപാതകത്തിന്റെ നടപടികൾ, പോലീസ് നടപടികൾ തൃപ്തികരമാണോ? ഈ ശ്രീധുവിലേക്ക് എത്തിയതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? മേഡം, അത് പൂർണ്ണമായിട്ട് പോലീസ് നടപടി യോജിക്കാൻ കഴിയുന്ന ഒരാളല്ല. കാരണം തുടക്കം മുതൽ ഞങ്ങളും നാട്ടുകാരും സാഹചര്യ തെളിവുകൾ അടക്കം ശ്രീധുവിനെതിരായിരുന്നു. എന്നിട്ടും പോലീസ് അവിടെ എന്തുകൊണ്ട് മടി കാണിച്ചു? പോലീസ് എന്തുകൊണ്ട് മടിയോ? എൻ്റെ അന്വേഷണത്തിൽ എനിക്കറിയാൻ കഴിഞ്ഞത് ശ്രീധുവിനെ മൊഴിയെടുത്തത്, ശ്രീധുവിൽ നിന്ന് തെളിവെടുത്തത് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ വന്നിരുന്ന സാന്നിധ്യത്തിൽ നിന്നാണ് തെളിവെടുത്തെന്ന് പറയുന്നത്. സാധാരണ പ്രതികളെ നമുക്ക് ചോദ്യം ചെയ്യുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ശ്രീധുവിനോട് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും പോലീസിന് ഉണ്ടായിട്ടില്ല. പിന്നെ പോലീസ് തുടക്കം മുതൽ ശ്രീധുവിനോട് ഒരു മൃദുലമായൊരു സമീപനമാണ് കൈക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അന്ന് ഞങ്ങൾ പോലീസിനെ സംശയിച്ചു. പക്ഷേ വീണ്ടും കാലം കൊണ്ടുവന്ന് എത്തിച്ചത് ഏതിനും ഒരു സത്യമുണ്ടാകും. ആ സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിന് പോലീസിനോട് ഞങ്ങൾ നന്ദി പറയുന്നു, അന്വേഷിച്ച ഏജൻസിയോട്. ഏതായാലും തുടക്കത്തിൽ പോലീസ് താല്പര്യം കാണിച്ചുകൊണ്ട് ഈ ഗൗരവം, ഈ കേരള ജനത ആകെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ ഈ പിഞ്ച് സൂര്യ തേജസ് എന്നേ ഞാൻ പറയൂ ആ കുട്ടിയെ. കാരണം ആ കുഞ്ഞിനെ നേരിട്ട് കണ്ടതാണ്. ആ കുഞ്ഞിനെ മറവ് ചെയ്യുമ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ മെമ്പർമാരുണ്ടായിരുന്നു, അവർ പോലും കരഞ്ഞു പോയി. ആദ്യമായിട്ട് ആ കുഞ്ഞിനെ കാണുകയാണ്. അങ്ങനെയുള്ള ആ സൂര്യ തേജസ്സുമായിട്ടുള്ള വിഷയത്തിൽ പോലീസ് ആ സീരിയസ് തുടക്കത്തിൽ നിന്നും കൊടുത്തിരുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഏതായാലും സത്യം പുറത്തു വന്നു, അതിന് സന്തോഷമുണ്ട്.
അതായത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഏതൊരു കള്ളത്തരമാണെങ്കിലും കുറ്റമാണെങ്കിലും അത് മറച്ചു വെക്കാൻ ഒരു പരിധിയുണ്ട്. അത് എന്നാണെങ്കിലും തെളിയിക്കപ്പെടും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഒരു അമ്മ സ്വന്തം കുഞ്ഞിനെ കൊലപാതകം ചെയ്ത വാർത്ത, അതിനൊരു നിർണായക നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. എന്തായാലും സാറ് തുടക്കത്തിൽ സംശയിച്ചതുപോലെ പോലീസിന് അന്വേഷണത്തിനടക്കം നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത് സാറാണ്. സാറിന് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ശ്രീധുവിന്റെ അറസ്റ്റില്. കാരണം സാറ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും പറയുന്നു ബ്രെയിൻ. ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇന്നും മറന്നിട്ടില്ല. ശ്രീധുവാണ് ഇതിന്റെ ബ്രെയിൻ. അതിപ്പോ സത്യമായി തെളിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ചാനലുകാരോട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഒരാൾ പോലും പുറകിൽ നിന്നില്ല. നിങ്ങൾ പോലീസ് സ്റ്റേഷൻ നടയിൽ ചെല്ലുമ്പോൾ പോലും നിങ്ങളെ അടുപ്പിക്കാതെ പോലീസ് നിങ്ങളെ അടിപ്പായിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും നിങ്ങൾ പിന്തിരിയാതെ ഇത് സ്വന്തം കുഞ്ഞിന് ഇനി ഇത്തരണത്തിലൊരു സംഭവം ഈ നാട്ടിൽ ഉണ്ടാകരുതെന്ന് കാണിച്ച നമ്മുടെ ചാനൽ മാധ്യമങ്ങൾ, ദൃശ്യ മാധ്യമങ്ങളോട് അങ്ങേറ്റം സന്തോഷം. ഒരു ജനപ്രതിനിധി നിലയ്ക്ക് എനിക്ക് അങ്ങേറ്റം സന്തോഷം. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളതാണ്. ഇനി ഒരു അമ്മയ്ക്കും ഇങ്ങനെ ഒരു രീതിയിൽ ചിന്തിക്കാൻ പറ്റാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും കൊലപാതകത്തിൽ പോലീസിന്റെ നിർണായക നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീധു അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവരും.